എപ്സ്റ്റീൻ വാറാണ് എന്നുള്ളൊരു തിയറി ഒരു സൈഡിലുണ്ട്. അതിനിടയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ ഈ എപ്സ്റ്റീൻ ഫയൽസിൽ കൂടുതൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയാണ്. കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടാൻ ഒരുങ്ങുന്നു അമേരിക്കൻ നീതിന്യായ വകുപ്പ്. ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതിക്കാരി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നൽകിയ മൊഴി FBI തന്നെ പുറത്തുവിടാൻ ഒരുങ്ങുന്നു. അപ്പോൾ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒപ്പം തന്നെ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് ഇനി പുറത്തു വരാനിരിക്കുന്നവ എത്ര കണ്ട് ട്രംപിനും അമേരിക്കൻ രാഷ്ട്രീയത്തിലും കോളിളക്കമുണ്ടാക്കാൻ പോകുന്നവയാണെന്ന് കൂടി സംസാരിക്കുകയാണ് നമ്മൾ അവസാനമായി. ജിമ്മി ചേട്ടാ, ഇതിപ്പോൾ ആരോപണങ്ങൾ കടുക്കും തോറും യുദ്ധവും കടുക്കുമെന്ന് കാണേണ്ടി വരുമോ? ഇതിനകത്ത് ഈ എപ്സ്റ്റീൻ ഫയൽസിൽ നേരത്തെ തന്നെ പല രീതിയിൽ പല ഘട്ടങ്ങളിലായി ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനകത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ പേരുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ട്രംപിൻ്റെ പേരുണ്ടായിരുന്നു. ട്രംപും ജെഫ്രി എപ്സ്റ്റീനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം വായുവിൽ ഉയർന്നു നിന്നിരുന്ന ഒരു കഥ, ഇയാളൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, 13-നും 15-നും വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കോടാനുകോടി പേപ്പറുകൾ പുറത്തു വരുമ്പോൾ പക്ഷേ ഈ പേരില്ല, ഈ കഥയില്ല. അതവിടെ പോയി. അതായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള അന്വേഷണം. ട്രംപ് ഗവൺമെൻറ് ട്രക്ക് ലോഡ് ഓഫ് ഡോക്യുമെൻറ്റ്സ് കൊണ്ട് ഡംപ് ചെയ്യുന്ന നോക്കി പഠിച്ചെടുത്തോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലോകത്തുള്ള പല രീതിയിൽ ടിക്ടോക്കിൻ്റെ ആരാധകർ പോലും, ടിക്ടോക്കിൽ പണിയുന്ന പിള്ളേർ പോലും ഈ സാധനങ്ങൾ എടുത്ത് ഡീക്ലാസിഫൈ ചെയ്ത് വിശദമായി പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സാധനം കാണുന്നില്ല എന്ന് പറയുന്നത്. അവസാനം അന്വേഷിച്ച് വരുമ്പോൾ വ്യാഴാഴ്ച നമ്മൾ സംസാരിക്കുന്ന വ്യാഴാഴ്ച ഇന്നലെ അതിനെക്കുറിച്ച് സ്ഥിരീകരണം വന്നു. അത് അബദ്ധം പറ്റിപ്പോയതാണ്. അങ്ങനെ ഒരു ഫയലുണ്ട്. അത് ഡ്യൂപ്ലിക്കേറ്റീവ് നേച്ചറിലുള്ള, എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റീവ് എന്തായിരിക്കും അർത്ഥം? അത് വേറൊരു ഫയലിൻ്റെ കോപ്പി ആയിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്ത് വിട്ടില്ല എന്ന് പറയുകയും ഇന്ന് ആ ഫയൽ റിലീസായി. അവിടെ സമയം വെച്ച് 13-നും 15 വയസ്സിനും ഇടയ്ക്ക് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അതിനകത്ത് ആ പെൺകുട്ടി പറയുന്ന ചില വിശദാംശങ്ങളുണ്ട്, ഭീകരമാണ്. എന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ ജോസഫ് എപ്സ്റ്റീനും ട്രംപും ചേർന്നാണ് ഉപദ്രവിച്ചത്. എവിടെ വെച്ചാണ്, ന്യൂജേഴ്സിയാണോ ന്യൂയോർക്കാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സ്ത്രീ വിശദമായി പറയും, ആ പെൺകുട്ടി വിശദമായി പറയും. ഇപ്പോൾ അവർക്ക് പ്രായമായി. 2019 ഇത് സംബന്ധിച്ച അവസാനത്തെ ഇൻ്റർവ്യൂ നടന്ന ശേഷം പിന്നെ ആരും തന്നെ കോൺടാക്ട് ചെയ്തില്ല എന്നും ഈ പെൺകുട്ടി ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഈ കഴിഞ്ഞ 2 വർഷമായി നിരന്തരം ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന വിവരവും ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫയല് ലോകത്തിൻ്റെ കയ്യിലേക്ക് വരികയാണ്. അടുത്ത ആഴ്ച 50,000 പുതിയ ഫയലുകൾ കൂടി പുറത്തേക്ക് വരികയാണ്. അതും ഡീക്ലാസിഫൈ ചെയ്ത് നോക്കണം. ഒരു യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചകളിലാണ് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നതെന്നും എപ്സ്റ്റീൻ ഫയൽസിലെ വിഷയങ്ങളാണ് ട്രംപിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചതെന്നൊക്കെയുള്ള സ്ഥിരീകരിക്കാത്ത ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാമല്ലോ, ആരാണ് എപ്സ്റ്റീൻ മൊസാദിൻ്റെ ചാരനാണെന്നും മൊസാദിന് ഇതിനകത്ത് വളരെ വലിയ കൈയുണ്ടെന്നും പറയുന്ന ഒരു കഥയുണ്ട്. അത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. മൊസാദിൻ്റെ ചാരനായതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ട്രംപുമായി ബന്ധപ്പെട്ടത് അറിയാമോ അറിയില്ല, നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, നിരന്തരം നെതന്യാഹു വൈറ്റ് ഹൗസിൽ പോവുകയും ട്രംപിനെ കാണുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് യുദ്ധം ഉണ്ടായത്. അത് നമുക്കറിയാം. എന്ത് സമ്മർദ്ദമാണ് ഈ ചെലുത്തിയത്? ഇറാൻ ബോംബുണ്ടാക്കാൻ പോകുന്നതിൻ്റെ രേഖ ഇതാ എന്നാണോ? നിങ്ങൾ പണ്ട് പെണ്ണിനെ പിടിച്ചതിൻ്റെ രേഖ ഇതാണോ കാണിച്ചത്? നമുക്കറിയില്ല. പക്ഷേ ആ ഡോക്യുമെൻ്റ് പുറത്തു വരികയാണ്. ഞാൻ വിചാരിക്കുന്നത് അമേരിക്കയിലെ ഒരു രീതി വെച്ചാൽ അത് അത്ര എളുപ്പത്തിൽ മാഞ്ഞു പോവില്ല. ഏഷ്യൻ രാജ്യങ്ങളിലോ ഇന്ത്യയിലേക്ക് എത്രയോ ഇതുപോലെയുള്ള വലിയ വിവാദങ്ങൾ നിഷ്പ്രയാസം മാഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്ന ഒരു കഥ, ഈ ബൊഫോസിൻ്റെ കാലത്ത് ഒലഫ് പാമെ, ബൊഫോസിൻ്റെ ജന്മനാട്ടിലെ മന്ത്രി, അപ്പോൾ ഇവിടുന്ന് ഇന്ത്യയുടെ ഒരു വിദേശകാര്യമന്ത്രി ഈ ഡോക്യുമെൻറ്റ്സ് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞൊരു കടലാസ് കൊടുക്കുന്നു. അത് വലിയ വാർത്തയായി. അവിടെ അപ്പോൾ നമ്മുടെ നട്വർ സിംഗ് ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മന്ത്രി പറയുന്നത്, അത് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു വക്കീൽ ഒരു കടലാസ് എൻ്റെ തന്നു. ആ കടലാസ് ഞാൻ നയതന്ത്ര ബന്ധത്തിൽ 2 രാഷ്ട്ര തലവന്മാർ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്, ഞാൻ ഒലഫ് പാമയ്ക്ക് കൈമാറിയതാണ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അതും ജനം വിശ്വസിച്ച് അതങ്ങ് പോയി. പക്ഷേ അമേരിക്ക അങ്ങനെയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ആ ഇംപ്ലിക്കേഷൻസിനെ മറികടക്കാൻ വേണ്ടി യുദ്ധം കുറച്ചുകൂടെ ശക്തമാക്കിയതാണോ നമുക്കറിയില്ല. പക്ഷേ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അതിനൊക്കെ പങ്കുള്ള ഒരാളാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള കാര്യവും ഏറെക്കുറെയാണ്. പക്ഷേ ഇത് കളി വേറെയാണ്. കാരണം ജീവിക്കുന്ന ഒരു തെളിവ് ഇവിടെയുണ്ട്. അവർ ഈ കേസുമായി മുന്നോട്ട് പോയാൽ ട്രംപ് അകത്തു പോവും.
മറ്റ് പല രാജ്യങ്ങളെയും പോലെ അല്ല ഇപ്പോഴുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഈ കാര്യത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ തെളിവുകളുണ്ട്, അത് എപ്സ്റ്റീൻ വഴി, മൊസാദ് വഴി ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ ഇസ്രായേൽ ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ, അതും നമുക്കറിയില്ല, അതും അറിയില്ല. ഇനി ഈ പുറത്ത് വരാൻ പോകുന്ന 50,000 ഫയലുകളിൽ ഇവിടുന്ന് ഒരു പുരിയും ഇവിടുന്നൊരു അംബാനിയുടെ അനിയനും മാത്രമാണോ, വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ പങ്കുണ്ടോ? ഇതിനകത്ത് അക്രോസ് ദ റാങ്ക് ആൻഡ് ഫയലാണ്. ഇന്നലെ കൊണ്ട് ഡെപ്പോസിഷൻ കൊടുത്തയാളുടെ പേര് ബിൽ ക്ലിൻ്റൺ എന്നാണ്. ബിൽ ക്ലിൻ്റൺ ഒരു ബാത്ടബിൽ കിടന്ന് കുളിക്കുന്നതിൻ്റെ ചിത്രം, ഇത് ആരുടെ പടം എന്ന് വെച്ചാൽ അത് ഞാനാണ്. അപ്പുറത്തൊരാളുണ്ടല്ലോ മുഖം മറച്ചിരിക്കുകയാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതാരാ? എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ 5 മിനിറ്റ് ടാപ്പിൽ കിടന്നു, ഞാൻ കയറി കിടന്ന് ഉറങ്ങി എന്നാണ് അയാൾ പറഞ്ഞത്. ഇത് പക്ഷേ കേസിലേക്ക് പോകുമ്പം ഈ മുഖമൊക്കെ അനാവൃതമാവുകയും പിടിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ പീഡന പരമ്പരയുടെ കഥ ലോക ചരിത്രത്തിലുണ്ടാവില്ല, ഇത്രയും ഡോക്യുമെൻ്റഡ് ആയിട്ട് കിടക്കുന്നത്. അതിലേക്ക് കുടുങ്ങാൻ പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെ മറികടക്കാനുള്ളൊരു വലിയ ശ്രമം ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. ഒരു പക്ഷേ ഇറാനിലെ കൂട്ടക്കുരുതി പോലും ഇതിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്ന കാര്യങ്ങളുണ്ട്. മറുവശത്ത് എന്താണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കഥ? ബെഞ്ചമിൻ നെതന്യാഹു വളരെ വലിയ അഴിമതി കേസിൽ എപ്പോൾ വേണമെങ്കിലും ജയിലിൽ പോകാവുന്ന വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബറിൽ അയാൾക്ക് ഇലക്ഷനാണ്. ഒക്ടോബറിലെ ഇലക്ഷനിൽ ഈ ഇറാനിലെ രക്തം കൊണ്ട് വേണം അയാൾക്ക് ജയിച്ചു കയറാൻ. ഇങ്ങനെ ഇറാൻ ഇതിനകത്തൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എപ്സ്റ്റീൻ ഫയൽസ് നമ്മളെ കൂടുതൽ ഞെട്ടിക്കാൻ പോകുന്നു, അതിൻ്റെ കൂടുതൽ രേഖകൾ വരുന്നു. ഒരുപക്ഷെ ട്രംപ് മാത്രമല്ല, മറ്റു പലരും വിറക്കേണ്ടി വരും എന്നുള്ളതാണ് ന്യായമായും ഇതുവരെയുള്ള അതിൻ്റെ വരവ് നോക്കിയാൽ സംശയിക്കേണ്ടത് എന്നാണ്. നേതാവ് സാഹിബ്, തെളിവുകൾ കൂടുതൽ പുറത്തു വരുമ്പോൾ, കുരുക്ക് മുറുകുമ്പോൾ ഇപ്പോൾ തുടങ്ങി വെച്ച യുദ്ധം മതിയാകാതെ വരുമോ ട്രംപിന്? അല്ല, യുദ്ധത്തിന് എപ്സ്റ്റീൻ ഫയൽ ഒരു ഘടകം തന്നെയാണ്. പക്ഷേ അതിലപ്പുറം ഞാൻ ഇതിൽ കാണുന്നത് ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അമേരിക്കയിൽ അതുണ്ടാക്കുന്ന ആഘാതങ്ങളാണ്. നമുക്കൊരു അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു വേൾഡ് ലീഡറാണ്. വേൾഡ് ലീഡർ ആയിട്ടൊരു രാജ്യം, ഒരു എംപയർ നിലനിൽക്കുന്നത് ചുമ്മാ സംഭവിക്കുന്നതല്ല. അവർക്ക് അതിന് ഏതോ അർത്ഥത്തിലുള്ള യോഗ്യത ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അതിനാവശ്യമുള്ള ഹാർഡ് പവർ, അതിനാവശ്യമുള്ള സോഫ്റ്റ് പവർ, ഇത് രണ്ടും സമ്മേളിക്കുമ്പോഴാണ് ഒരു എംപയർ രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു വേൾഡ് ലീഡർ രൂപപ്പെടുന്നത്. ലോക മനുഷ്യ സമുദായത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. ഈ സോഫ്റ്റ് പവറും ഹാർഡ് പവറും സമ്മേളിക്കുന്ന ഒരു സന്ധിയിലാണ് ഒരു എംപയർ രൂപപ്പെടുന്നത്, ഒരു വൻശക്തി രൂപപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് അമേരിക്ക നമ്മൾ നോക്കുക, സോഫ്റ്റ് പവർ അവർക്കുണ്ട്, ഹാർഡ് പവർ അവർക്കുണ്ട്. ഏത് മേഖല നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഞാൻ വിശദീകരണങ്ങളിൽ പോകുന്നില്ല. പക്ഷേ ഈ സോഫ്റ്റ് പവർ വളരെ പ്രധാനമാണ്. ധാർമ്മികത എന്ന് പറയുന്നത് ഒരു രാജ്യം അത് മുന്നോട്ട് വെക്കുന്ന പൊതുവായ ധാർമ്മികത, അതിൽ വ്യക്തികളുടെയും നേതാക്കന്മാരുടെയും വ്യക്തിപരമായ ധാർമ്മികതയും ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ ഒരു ഭരണകൂടം എന്നുള്ള ഒരു സംവിധാനം എന്നുള്ളതിൽ അവർ മുന്നോട്ട് വെക്കുന്ന പൊതുവായ ധാർമ്മികതയുണ്ട്. ആ കാര്യത്തിലും അമേരിക്കക്ക് പ്രധാനപ്പെട്ടൊരു സ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എബ്രഹാം ലിങ്കൻ്റെ ആണെങ്കിലും ജെഫേഴ്സൻ്റെ ആണെങ്കിലും അവരുടെ വ്യക്തിപരമായ ധാർമ്മികത ലോകത്ത് എന്താണ് മനുഷ്യർ ഓർക്കുന്ന, മനുഷ്യൻ്റെ ഓർമ്മയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണത്. അതേപോലെ ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യാവകാശങ്ങളോടുള്ള അതിനോടുള്ള റെസ്പെക്റ്റ്, ഇത്തരം കാര്യങ്ങളിൽ അമേരിക്ക കൊടുത്തിരുന്ന അതിൻ്റെ സ്ഥാനം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടായിരുന്നു. അതിൽ ലോകത്ത് ചില സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഡെമോക്രസി എന്ന് അവർ വിളിക്കപ്പെട്ടു പോന്നിരുന്നത്. പക്ഷെ അതെല്ലാം മാറി മറിഞ്ഞ് ഇതൊരു രാജ്യം എന്ന് പറഞ്ഞാൽ, ഇത് നോക്കൂ, ഈ ഫയൽ പുറത്ത് വരുമ്പോൾ 3.5 മില്യൺ ഫയൽസാണല്ലോ പുറത്ത് വന്നിരിക്കുന്നത്. 1,80,000 വീഡിയോസ് പുറത്ത് വന്നു, 1,80,000 ചിത്രങ്ങൾ പുറത്തു വന്നു, 1000കണക്കിന് വീഡിയോസ് പുറത്തു വന്നു. ഇതെല്ലാം കൂടി ഇതെല്ലാം എല്ലാറ്റിലും ഒന്ന് ഒരു എത്തിനോട്ടം നടത്താൻ പോലും ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഓരോന്നോരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ആകെത്തുക എന്താണ്? ടേക്ക് ഹോം എന്താണ്? ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി ബ്ലോക്സ്, ഡെമോക്രാറ്റ് ആവട്ടെ, മറ്റേ റിപ്പബ്ലിക്കൻ ആവട്ടെ, ആരാവട്ടെ, എല്ലാവരും ഇതിനകത്തുണ്ട്. അമേരിക്കൻ സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദം ഇതിനകത്തുണ്ട്. നോക്കുമ്പോൾ നോം ചോംസ്കിയുടെ പേര് വരെ ഇതിനകത്ത് കയറുന്നു. നോം ചോംസ്കിയും എപ്സ്റ്റീനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് വായിച്ചിട്ടുണ്ട്. എന്ത് കോടിയിലാണ് ആ കമ്മ്യൂണിക്കേഷൻ. 2018 ഇങ്ങേർക്കെതിരെ കുറ്റം ചുമത്തിയതിന് ശേഷം ബിൽ ഗേറ്റ്സിൻ്റെ പേരുണ്ട്. ബിൽ ഗേറ്റ്സ് പക്ഷേ 2018 മുമ്പാണ്. നോം ചോംസ്കിയും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് 2018 ഇങ്ങനെ കുറ്റം ചുമത്തപ്പെട്ടതിന് ശേഷമാണ്. അപ്പോൾ അമേരിക്കൻ സൊസൈറ്റി, അമേരിക്കയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, വിശ്വപ്രസിദ്ധമായിട്ടുള്ള അക്കാഡമിക് സ്ഥാപനങ്ങൾ, അവരുടെ ഗംഭീരമായ അക്കാഡമിക് പരിപാടികൾ ആരാ സ്പോൺസർ ചെയ്യുന്നത്? ഈ തെമ്മാടിയാണ്. ഈ പിഡോഫൈൽ, ഗാങ്, പിംപ് എന്നൊക്കെ പറയാവുന്ന
ഈ മനുഷ്യനാണ് ഇവർക്ക് സ്പോൺസേഴ്സിനെ കണ്ടെത്തി കൊടുക്കുന്നതും പരിപാടി സ്പോൺസർ ചെയ്യുന്നു. ഇതുകൊണ്ട് അമേരിക്കൻ സൊസൈറ്റിക്ക് മേലുണ്ടായിട്ടുള്ള വലിയൊരു ആഘാതമാണ്, അവരുടെ കളക്റ്റീവ് മൊറാലിറ്റിക്ക് മേൽ ഏറ്റിട്ടുള്ളൊരു ആഘാതമാണിത്. ആ രാജ്യം എന്തിനെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ആ മൂല്യങ്ങൾക്കെതിരെ എല്ലാം വന്നിട്ടുള്ള ഒരു സംഗതിയാണിത്. പക്ഷെ അവിടെ വരുന്ന ചോദ്യം എന്താണെന്ന് അറിയോ? ഇത് ആർക്ക് വേണ്ടിയാണ്? ഇതാർക്ക് വേണ്ടി? ഇത് മറ്റവന് വേണ്ടിയാണ്. ഈ പണിയെല്ലാം ചെയ്തത് ആരാണ്? ഇത് ഇസ്രായേലിന് വേണ്ടിയാണ്. അപ്പോൾ അമേരിക്കയിൽ നേരിടുന്ന അകത്തെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ റേപ്പ് ചെയ്യുന്നു, ബലാത്സംഗം ചെയ്യുന്നു. പുറത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ ബോംബിട്ട് കൊല്ലുന്നു. ഇതിൻ്റെ പഴി ഏറ്റുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം. ഇതിൻ്റെ പഴി ഈ രാജ്യം ഏൽക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അമേരിക്ക ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? അത് ഇസ്രായേലാണ്. അപ്പം ഈ ഇസ്രായേൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഏർപ്പാടിന് വേണ്ടി നമ്മൾ സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന ചിന്ത അമേരിക്കയിൽ പൊതുവായും അമേരിക്കയുടെ പുതിയ തലമുറയിൽ സവിശേഷമായും ഒരു വികാരമായി പടരുന്നുണ്ട്. അത് അമേരിക്കൻ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു ഫോഴ്സായി മാറുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വികാരം നമ്മളെ ഇല്ലാതാക്കി അവന് വേണ്ടി എന്ന് പറയുന്ന ഈ വികാരം അമേരിക്കൻ സൊസൈറ്റിയെ തന്നെ നിർണ്ണയിക്കുന്ന വലിയൊരു ഫോഴ്സായിട്ട്, ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് മാറുമെന്നും അത് ആ സമൂഹത്തിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലക്ക് നോക്കുമ്പം എപ്സ്റ്റീൻ ഫയൽ, അതിൽ ഓഫ് കോഴ്സ് ഒരുപാട് കുഞ്ഞുങ്ങളുടെ ചോര അതിനകത്തുണ്ട്. പക്ഷേ ലോകത്തെ ഈ സാമ്രാജ്യത്തിൻ്റെ അകം അതിനെ എക്സ്പോസ് ചെയ്യുന്നതിൽ ആ ഫയൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.